ഹലോ ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭദ്രനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എന്നെക്കാൾ നന്നായിട്ട് ഭദ്രൻ അറിയാം. എന്നാലും ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഗീതു, അത് മാർഗഴി, ഒരു സാധു സ്ത്രീയായ പവിഴത്തിന്റെ മകൾ എന്നങ്ങ് പറയുമ്പോൾ ഭദ്രന്റെ മുഖാകെ മാറുകയാണ് കേട്ടോ. എന്നിട്ട് മാർഗഴിയെ നോക്കുമ്പോൾ മാർഗഴിയും ഭദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിങ്ങളാണോ എന്റെ അമ്മയെ പറ്റിച്ചത് എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ ഗീതു പറയുന്നുണ്ട്, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനോടാ മാർഗഴി ചോദിക്കുന്നത്. അച്ഛന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനൊരു പെണ്ണിനെയും ചതിച്ചിട്ടില്ല, ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ പെൺ വിഷയത്തിൽ മാത്രം ഞാൻ കയറി കഴിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പൊ നമ്മുടെ ഗോവിന്ദ് പറയും, ഇവർക്ക് രണ്ടാക്കും ഒരേ ചായയാണ്, ആ ചായ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയണോ അതോ ഭദ്രൻ പറയോ എന്ന് ചോദിക്കുമ്പോൾ ഭദ്രനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ട ഇതൊക്കെ? മാർഗഴി എന്റെ പാതി സഹോദരിയാണോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഗോവിന്ദ് പറയും, അന്ന് അത് പറഞ്ഞതുകൊണ്ട് എന്റെയും സംശയം അങ്ങോട്ടായിരുന്നു, പക്ഷെ അതിനു മുൻപേ അജാസ് അത് കണ്ടെത്തി കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അജാസാണ് കേട്ടോ പിന്നെ പറയുന്നത്. രഞ്ജുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഗോവിന്ദ് സാർ പറഞ്ഞിട്ട് ഞാൻ മാർഗഴിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് മാർഗഴിയുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. അത് കണ്ടപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു, പക്ഷേ ഭദ്രനല്ല മാർഗഴിയുടെ അച്ഛൻ എന്നാ മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് പറയാട്ടോ. അപ്പൊ തന്നെ മാർഗഴിയും പറയുന്നുണ്ട്, ഇയാളുടെ ഫോട്ടോ ഞാൻ അമ്മയെ കാണിച്ചിരുന്നു, അപ്പൊ അമ്മയ്ക്കും ഇയാളെ അറിയില്ല എന്നാ പറഞ്ഞത് എന്ന്. അപ്പോൾ തന്നെ ഭദ്രൻ മാർഗഴിയുടെ കൈ പിടിച്ചിട്ട് പറയും, മോളെ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എൻ്റെ അമ്മയെ ചതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ക്ഷമ തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പവിഴത്തെ അല്ല ഭദ്രൻ ചതിച്ചത് വിലാസിനി ആന്റിയെയും മാർഗഴിയെയും മാത്രമാണ്. അപ്പോൾ അജാസ് പറയും, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഈ ചതിക്ക് കൂട്ടുനിന്ന അറ്റൻഡർ അനന്തനെ ഞാൻ കണ്ടിരുന്നു, അയാളുടെ മുഴുവൻ ഓർമ്മശക്തിയും പോയി, പക്ഷേ ഏത് സമയവും മന്ത്രം ജപിക്കുന്നത് പോലെ പറയുന്നത് നിങ്ങൾ ചെയ്ത ഈ ഒരു ചതി മാത്രമാണ്, അത് മാത്രം അയാളെ വിട്ടു പോയിട്ടില്ല എന്ന് പറയണേ. അപ്പൊ തന്നെ നമ്മുടെ ഭദ്രനാകെ പെട്ടുപോവാണ് കേട്ടോ. അപ്പോ മാർഗഴി ചോദിക്കും, ആരാ ഈ വിലാസിനി ആന്റി? അവർക്കെങ്ങനെ എന്റെ അമ്മയെ അറിയാം എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ ഗീതു പറയും, വിലാസിനി എന്റെ അമ്മയാണ് മാർഗഴി, നീ എന്റെ അമ്മയുടെ വയറ്റിൽ മിനിറ്റുകൾ വ്യത്യാസത്തിൽ ജനിച്ച എന്റെ കൂടെ പിറപ്പാണ് എന്ന് പറയുമ്പോൾ മാർഗഴിക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ. അല്ല, എന്റെ അമ്മ പവിഴാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ.